റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഉടുമ്പൻചോലയിൽ എം മണി മത്സരത്തിനില്ല എന്നുറപ്പിച്ചതോടെ കോൺഗ്രസിൽ സീറ്റിനായി പിടിവലിയാണ്. മണി മാറിയതോടെ വിജയസാധ്യത കൂടിയെന്ന വിലയിരുത്തലാണ്. സീറ്റിനായുള്ള അവകാശവാദം ഉന്നയിച്ച് കൂടുതൽ നേതാക്കൾ രംഗത്തെത്താൻ കാരണം. അരുൺ കെ, സേനാപതി വേണു, ഇബ്രാഹിംകുട്ടി കല്ലാർ, എൻ ഗോപി തുടങ്ങിയ നേതാക്കളാണ് സീറ്റിനായി രംഗത്തുള്ളത്. അരുൺ കേസിനെയാണ് ഇടുക്കി DCC മുന്നോട്ട് വെച്ചിരിക്കുന്ന പേരായി കാണുന്നത്. രാഹുൽ സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ പല നേതാക്കളും സ്വയം മത്സര സന്നദ്ധരായി അല്ലെങ്കിൽ താല്പര്യം അറിയിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണോ? DCC ഇക്കാര്യത്തിൽ അരുൺ KS എന്ന ഒറ്റ പേര് ഉറപ്പിക്കുകയാണോ? സ്മൃതി, നിലവിലെ MLA ആയിട്ടുള്ള എം മണിക്ക് പകരം KK ജയചന്ദ്രൻ ഉടുമ്പൻചോല മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തും എന്നത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഇനി അത് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എം മണി മാറിയതോടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉടുമ്പൻചോലയിൽ മാറി എന്നതാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. എം മണി മത്സരിക്കുകയാണെങ്കിൽ CPM-നായിരുന്നു ഒരു മുൻതൂക്കം. ഒരുപക്ഷെ CPM വീണ്ടും വിജയിച്ചു വന്നാനേ. പക്ഷേ എം മണി മാറിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യം മാറി. വീണ്ടും ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുന്ന സാഹചര്യത്തിലാണ് നിലവിൽ പോകുന്നതെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉടുമ്പൻചോല മണ്ഡലത്തിൽ CPM ആണ്, പ്രത്യേകിച്ച് LDF ആണ് ജയിച്ചു മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതുകൂടാതെ ഇടുക്കി ജില്ലയിൽ ആകെ 5 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഒരിടത്ത് പോലും കോൺഗ്രസ് നിലവിൽ സീറ്റ് ഇല്ലാത്ത സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഒരു സീറ്റ് തിരികെ പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉടുമ്പൻചോല മണ്ഡലത്തിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ, കൂടുതൽ നേതാക്കൾ മത്സരിക്കാനുള്ള സന്നദ്ധത നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. എം മണി മത്സരിക്കുന്ന സാഹചര്യത്തിൽ 2 പേരുകളായിരുന്നു മുന്നോട്ട് വന്നിരുന്നത്. അതിലൊന്ന് അരുൺ KS, മറ്റൊന്ന് സേനാപതി വേണുവുമായിരുന്നു. അരുൺ KS ഒരു യുവ നേതാവാണ്. സേനാപതി വേണു നേരത്തെ എം മണിയോട് മത്സരിച്ച് തോറ്റ ആൾ കൂടിയാണ്. പക്ഷേ ഈ മണ്ഡലത്തിൽ കാര്യമായ വേരോട്ടം ആളുകൾക്കിടയിലുണ്ട്. അപ്പോൾ ആദ്യം 2 പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എം മണി മാറിയ സാഹചര്യത്തിൽ ഇബ്രാഹിംകുട്ടി കല്ലാറും MN ഗോപിയും ഉൾപ്പെടെ 4 പേരുകളാണ് മത്സരിക്കാൻ പാർട്ടി നേതൃത്വത്തെ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. സേനാപതി വേണുവും എം മണിയും തമ്മിലുള്ള ഒരു പോരാട്ടം നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. 2016 ആദ്യമായി മത്സരിച്ചപ്പോൾ 1109 വോട്ടുകളാണ് എം മണിക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്തത്. അത്രയും വോട്ടുകളുടെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. തീർച്ചയായിട്ടും 2016 കപ്പിനും ചുണ്ടിനും ഇടയിലായിരുന്നു കോൺഗ്രസിന് ആ സീറ്റ് നഷ്ടപ്പെട്ടത്. അപ്പോൾ വീണ്ടും സേനാപതി വേണു മത്സരിക്കുകയാണെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റ് ഉടുമ്പൻചോലയിൽ ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക നേതാക്കളും ഒരു വിഭാഗം അണികളും സേനാപതി വേണുവിന്റെ പേര് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നേരത്തെ മത്സരിച്ച് തോറ്റ ആളുകൾ വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്നതാണ് ഇടുക്കി DCCയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് അരുൺ KS എന്ന ഒറ്റ പേരിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അരുൺ KSന്റെ പേര് സംസ്ഥാന നേതൃത്വത്തിന് DCC കൈമാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജില്ലാ നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ പുതിയ നേതാക്കൾ വരട്ടെ. അതുകൂടാതെ SNDP വോട്ടുകളിൽ കാര്യമായി ഉള്ളൊരു മേഖല കൂടിയാണ് ഉടുമ്പൻചോല മണ്ഡലം. അപ്പോൾ SNDP വോട്ടുകൾ സമാഹരിക്കാൻ അരുൺ KS മത്സരിച്ചാൽ ആകുമെന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അരുൺ KSനെ മത്സരിപ്പിക്കാൻ ജില്ലാ നേതൃത്വത്തിന് ഒരു താല്പര്യമുള്ളത്. എന്താണെങ്കിലും വരുന്ന ദിവസങ്ങളിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. എന്താണെങ്കിലും 4 നേതാക്കൾ നിലവിൽ മത്സരിക്കാനുള്ള സന്നദ്ധത നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഉടുമ്പൻചോലയിൽ എം മണിക്ക് പകരം ജയേന്ദ്രൻ വരുമ്പോൾ കോൺഗ്രസിൽ കൂടുതൽ സ്ഥാനാർത്ഥിത്വ മോഹികൾ രംഗത്ത് വരികയാണ്.